ഈ അത്യശാലകൃതമായ സഹസ്ര നമസ്കാരം. നരകത്തിൽ നിന്നൊരു കത്ത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ഒരാൾ അടുത്ത കാലത്തായി നരകത്തിൽ പോയി. അദ്ദേഹം നരകത്തിലായിരുന്നു കൊണ്ട് യേശുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിന് എഴുതുന്ന കത്ത്. ഇത്രയും സ്നേഹം നിറഞ്ഞ പത്രോസ് അച്ചായന് യോഹന്നാനും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ യൂദ എഴുതുന്ന കത്ത്. അവിടെ നിന്ന് പോയതിൽ പിന്നെ എനിക്ക് ഒരു സുഖവുമില്ല. ഇവിടെ നിന്ന് ഒരിടത്തേക്ക് കത്തയക്കാൻ പാടില്ല. അതിനാലാണ് ഇത്രയും ദിവസം ഞാൻ കത്തെഴുതാത്തത്. അവിടുത്തെ സംഘത്തിന്റെ തലവൻ ലൂസിഫയറാണ്. അദ്ദേഹവും കൂട്ടരും കാണാതെയാണ് ഞാൻ കത്തെഴുതുന്നത്. പിന്നെ അച്ചായ, ഞാനൊരു കാര്യം അറിഞ്ഞു. അച്ചായൻ യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞെന്ന കാര്യം ഇത് സത്യമാണോ അച്ചായ? എന്തായാലും ഈ വിവരം ലൂസിഫയറും സംഘവും അറിഞ്ഞപ്പോൾ ഇവിടെ വലിയൊരു വിരുന്ന് സൽക്കാരം തന്നെ ഉണ്ടായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ സമയം ഇവിടെ എല്ലാവരും മൗനമായിരുന്നു. അന്ന് ഇവിടെ വിലാപ ദിവസമായി ആചരിച്ചു. പിന്നെ അച്ചായ, അനവധി പാസ്റ്റേഴ്സും ഡിസ്ട്രിക്ട് സൂപ്രണ്ടുമാരും അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ നരകത്തിലെത്തുന്നുണ്ട്. ഇവിടെ നിറയെ പുഴുക്കളുടെ ശല്യമാണ്. ഭൂമിയിൽ ഇതിന് പറ്റിയ മരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നവരുടെ കയ്യിൽ കൊടുത്തു വിടണം. എന്റെ ഫോട്ടോ കാണാൻ അച്ചായന് കൊതിയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അയക്കുന്നില്ല. പണ്ടത്തെ പോലെ അല്ല, ഞാൻ കറുത്തുപോയി. എന്റെ മുഖം തീയും ഗന്ധവും പുഴുകടിയിൽ കൊണ്ട് വികൃതമായി പോയതിനാൽ ഫോട്ടോ അയക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് സുഖമാണോ? അവരോട് പറയണം ഈ അപ്പൂപ്പന്റെ ഗതി ആർക്ക് വരരുതെന്ന്. അതിനാൽ നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം, വചനം അനുസരിക്കാൻ പറയണം, സൺഡേ സ്കൂൾ പഠിപ്പിക്കണം, സഭാരാധനയ്ക്ക് പോകണം. മറുപടി അവരുടെ കയ്യിൽ കൊടുത്തു വിടണം. ഇനി കൂടുതൽ എഴുതുന്നില്ല, നിർത്തട്ടെ. എന്റെ അഡ്രസ് യൂദാസ്, അട്ടിമര ഡിപ്പാർട്ട്മെന്റ്, നരകം BO, പിൻകോഡ് 666.